തെരച്ചിൽ അവിടെ തുടരുകയാണ്. സ്ഥലം കുഴിച്ചുള്ള പരിശോധനയാണ് അവിടെ നടക്കുന്നത്. പള്ളിയോട് ചേർന്ന കടയുമായി ചേർന്ന കെട്ടിടത്തിൻ്റെ മുന്നിലാണ് സിഗ്നൽ കിട്ടിയത്. പ്രജിൻ സികണ്ണൻ കൃഷ്ണാചെറിയാൻ തുടരുന്നുണ്ട്. പ്രജിനിലേക്കൊന്ന് പോകുന്നു. പ്രജിൻ, ഇപ്പോഴും നമുക്കൊന്നും പറയാൻ കഴിയില്ല. ആ മേഖലയിൽ പോയി നിരന്തരം റിപ്പോർട്ട് ചെയ്ത ശ്രീകാന്തും ഇപ്പോൾ അവിടെ നിൽക്കുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും അവരുടെ മറുപടി കേട്ടാൽ കാര്യമായ പ്രതീക്ഷയ്ക്ക് ഇപ്പോഴും അടിസ്ഥാനമില്ല. പ്രജിൻ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്തായാലും ആ തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടില്ല. ആ പ്രതീക്ഷയിൽ ചുറ്റിപ്പറ്റി തന്നെയാണ് ഇപ്പോഴും ആ ദൗത്യസംഘമുള്ളത്. ആ കെട്ടിടം നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന മസ്ജിദും ആ വീടും ചേർന്ന് വരുന്ന ഭാഗം, അവിടെയാണ് ഈ തെരച്ചിൽ നടത്തുന്നത്. നേരത്തെയും അവിടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, കാണാതെ പോയിട്ടുണ്ട് നമ്മുടെ വേണ്ടപ്പെട്ടവരെ എന്ന് അവിടുത്തെ ആൾക്കാർ പറഞ്ഞിരുന്നു. അത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴത്തെ ഈ തെരച്ചിൽ. ഈ പറയുന്ന തെർമൽ സ്കാനറിലും ഈ ഡ്രോൺ പരിശോധനയിലും അവിടെ ഒരു ജീവസാന്നിധ്യമുണ്ടോ എന്ന സംശയം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരച്ചിൽ ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും ഒരുപാട് വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങൾ, കാഴ്ചകൾ, പുതിയ വാർത്തകളെല്ലാം ഈ പറയുന്ന മുണ്ടക്കൈ മേഖലയിൽ നിന്നും വന്നുകൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ രക്ഷപ്പെട്ടു ഓടിയ പലരും എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഈ ശബ്ദം എന്നൊക്കെ അറിഞ്ഞ ശേഷം, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാതെ പുറത്തേക്ക് വരികയും പിന്നീട് മുന്നിൽ വലിയ രീതിയിൽ ചെളി പൂണ്ട് കിടക്കുന്ന തങ്ങളുടെ വീടും പറമ്പുമെല്ലാം കാണുകയും അതിൽപ്പെട്ട് ഭയന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പലരും ഓടിപ്പോയത് ഉരുൾ വന്നുകൊണ്ടേയിരിക്കുന്ന ഭാഗത്തേക്കായിപ്പോയി. അതാണ് ഇതിൻ്റെ വ്യാപ്തി ഇത്രമാത്രം കൂടാൻ കാരണം. താഴേക്ക് ഓടുന്നതിന് പകരം പലരും മുകളിലേക്ക് ഓടി. അപ്പോഴാണ് അടുത്ത ഉരുൾ പൊട്ടി വരുന്നത്. അതിലാണ് പലരും വീണുപോയതും ജീവൻ നഷ്ടപ്പെട്ട് ഒലിച്ചുപോയതും. പക്ഷെ അപ്പോഴും പലരും മറ്റു പല ഭാഗങ്ങളിലേക്കും ചിതറി ഓടിപ്പോയിരുന്നു. അവർ പോയ മേഖലകൾ അത് ഈ പറയുന്ന വനത്തിനകത്താണോ എന്ന കാര്യം സംശയമാണ്. അതിൽ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരുണ്ട്. ഇന്നിപ്പോൾ ഈ ആദിവാസി കുടുംബത്തെ ഒരു പാറപ്പൊത്തിൽ നിന്നാണ് ആ നാല് പേരെ രക്ഷപ്പെടുത്തിയെടുത്തത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. അങ്ങനെ പാറകളിൽ അഭയം തേടിയ ആൾക്കാർ, ഇപ്പോഴും ഈ പറയുന്ന ഉൾക്കാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ജീവനോടെ ഉള്ള ആൾക്കാർ, അവരെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് ഈ ആദിവാസി കുടുംബങ്ങളെക്കുറിച്ചാണ്. ഇത്രമാത്രം വലിയ അപകടം ഈ മേഖലയിൽ, അതായത് സാധാരണ ജനങ്ങൾ താമസിക്കുന്ന താഴേക്കുള്ള മേഖലകളിലൊക്കെ ഇത്രയും വലിയ അപകടം ഉണ്ടായെങ്കിൽ, ഒരു നാടൊന്നാകെ ഒലിച്ചുപോയെങ്കിൽ, ഈ കാട്ടിൽ വലിയ മഴ പെയ്ത് ഒക്കെ വലിയ വെള്ളപ്പൊക്കവും മലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ കാട്ടിലുള്ള ആൾക്കാർ, ആദിവാസി വിഭാഗക്കാർ, അവർക്കൊക്കെ എന്ത് സംഭവിച്ചിട്ടുണ്ടാകാം, അവരുടെ എണ്ണം എത്രയാണ്, അവർ എത്ര പേരുണ്ട്, അതിലെത്ര കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, പുരുഷന്മാർ, ഇതൊന്നും കൃത്യമായ കണക്കുകൾ നമ്മുടെ പക്കലുണ്ടോ എന്നത് ഒരു ചോദ്യമായി തീരുന്നുണ്ട്. ശ്രീകാന്ത് അവിടെയുണ്ട്. ശ്രീകാന്ത്, ഈ പരിശോധന എത്ര സമയം നീളുമെന്ന് അറിയാൻ കഴിയും? 1 മണിക്കൂറായി പരിശോധന നടത്തുകയാണെന്നാണ് നേരത്തെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ശ്രീകാന്ത്, അഷ്മി, അതിന്റെ ഏറ്റവും അവസാനം ഈ സിഗ്നൽ കിട്ടിയ ഭാഗം വരെ പരിശോധന എന്തായാലും നടക്കും. ആ പരിശോധനയിൽ എന്തെങ്കിലും ജീവന്റെ സാന്നിധ്യമുണ്ടോ, അല്ലെങ്കിൽ മൃതദേഹം, ശരീരഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന തെരച്ചിൽ അവസാനം വരെ എന്തായാലും നടത്തും. കാരണം ഇന്നലെ 4 മൃതദേഹങ്ങൾ ഈ പ്രദേശത്തു നിന്നും കണ്ടെടുത്തതാണ്. ഒരാൾ മിസ്സിംഗ് ആണെന്ന് ഇന്നലെ തന്നെ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ മൃതദേഹം കിട്ടിയിരുന്നില്ല. ആ ഒരു കാരണത്താലാണ് നിലവിൽ ഇപ്പോൾ ആ പ്രദേശത്ത് ഒരു റഡാർ സിഗ്നൽ കിട്ടിയത് പ്രകാരമുള്ള പരിശോധന നടക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഈ പ്രദേശത്ത് റഡാർ സിഗ്നൽ കിട്ടുകയും പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഡോഗുകൾ വന്നാണ് ആ പ്രദേശത്ത് പരിശോധന നടത്തുകയുണ്ട്. അത് പിന്നീട് നടത്തിയ തെരച്ചിലാണ് 4 മൃതശരീരങ്ങൾ കിട്ടിയത്. അവിടെ ഒരെണ്ണം കൂടി ഉണ്ട് എന്ന് പറഞ്ഞെങ്കിലും പരിശോധിച്ചപ്പോൾ കിട്ടിയിരുന്നില്ല. ഇപ്പോൾ റഡാർ സിഗ്നലിൽ പതിഞ്ഞിട്ടുണ്ട്. അത് ജീവനുള്ള മനുഷ്യൻ തന്നെയാണോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്നതൊന്നും തന്നെ വ്യക്തമല്ല. ഇനി മൃതദേഹമാണോ ഇതിൽ സിഗ്നലായി കിട്ടിയത് എന്നുള്ള കാര്യവും അറിയില്ല. എന്തായാലും മൃതദേഹമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ പ്രദേശത്ത് നിന്നും വലിയ കാഷ്വാലിറ്റി ഉണ്ടായ പ്രദേശമാണ് ആ മുണ്ടക്കൈ എന്ന് പറയുന്ന ആ ഭാഗം. പള്ളിയിൽ നിന്നും ഒരു 2 മൃതദേഹം കിട്ടി. ഒരു കുടുംബത്തിലെ 5 പേരിൽ 4 അതിന്റെ ഇവിടെ പ്രേക്ഷകർക്കാണ് തത്സമ ദൃശ്യങ്ങൾ തന്നെയാണ്. അതാണ് ആ പള്ളി, മുണ്ടക്കൈ പള്ളി. അതിനോട് ചേർന്നാണ് ഈ കെട്ടിടവും ഈ കടമുറിയും ഒക്കെ ഉള്ളത്. അവിടെയാണ് പരിശോധന. ഈ കെട്ടിടത്തിന്റെ ഉടമ യൂനുസ് ചേരുന്നുണ്ട്. യൂനുസ്, ഇവിടെ എത്ര പേരാണ് ഉണ്ടായിരുന്നത്? ഹലോ യൂനുസ്, കേൾക്കാവോ? കേൾക്കാം. ഞാൻ ചോദിച്ചത് ഇവിടെ എത്ര പേരാ നേരത്തെ ഉണ്ടായിരുന്നത്? അവിടെ വാപ്പ മാത്രമേ കിടന്നിട്ടുള്ളൂ. അതായത് തൊട്ട് മുകളിൽ ഏട്ടന്റെ വീട്ടിൽ നിന്ന് രാത്രി ഭക്ഷണം കഴിച്ചിട്ട് വാപ്പ വീട്ടിൽ വന്ന് കിടന്നതാണ്. ഞാൻ ഇന്ന് രാവിലെ ഞാൻ 2 ഇറ്റാച്ചി വെച്ചിട്ട് അവിടെ ക്ലിയർ ആക്കിയിട്ടാണ് ഞാൻ വന്നത്. ഇപ്പൊ ആ കിണറിന്റെ അടുത്താണ് നിങ്ങളിത് കാണിക്കുന്നത്. കാണുമ്പോ അത് കിണറിന്റെ അടുത്താണോ? ഇപ്പൊ അവിടെ ഒരു കിണറുണ്ടായിരുന്നു, ഞാൻ കാണിച്ചു കൊടുത്തിരുന്നു രാവിലെ. പിന്നെ അതിന്റെ തൊട്ട് താഴെ ഒരു സേഫ്റ്റി ടാങ്ക് ഉണ്ട്.
അപ്പോൾ ഈ സിഗ്നൽ കാണുന്നത് കിണറിന്റെ അടുത്താണെന്നാണ് താങ്കൾ പറയുന്നത്. കിണറിന്റെ തൊട്ട് അതായത് ഞങ്ങള് റൂമിന്റെ അടുത്തുനിന്നാണ് നിങ്ങൾ ഫസ്റ്റ് കാണിച്ച ആ ഭാഗം കാണിച്ചത്. ഇപ്പൊ കുറച്ച് ഇപ്പുറത്തോട്ടാണ് കാണിക്കുന്നതില്. യൂനസിന്റെ അത് യൂനസിന്റെ വീടായിരുന്നോ? എന്റെ തറവാട് വീടാണ് അത്. അവിടെ വാപ്പ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അവിടെ വാപ്പ മാത്രമാണ് ഭക്ഷണം കഴിച്ചിട്ട് വാപ്പ അവിടെ വന്നിട്ടാണ് കടന്നത്. തൊട്ട് മുകളിലാണ് ഏട്ടന്റെ വീട്. ഓക്കെ. അപ്പോ ഇത് ഈ കടയും കെട്ടിടവും മുകളിലും താഴെയുമായാണോ? കടയും നമ്മളെ തന്നെയാണ്. ഏട്ടന്മാര് കച്ചവടം ചെയ്യുന്ന ഏരിയയാണ് അത്. മുകളിലുള്ള ആ ബിൽഡിംഗ് മൊത്തം ഏട്ടന്റെയാണ്. അല്ല, രണ്ട് ജ്യേഷ്ഠന്മാരതാണ്. അതിലൊരു ജ്യേഷ്ഠനെയാണ് കാണാതായിട്ടുള്ളത്. ഈ കടയും വീടും മുകളിലും താഴെയുമായാണോ? മുകളിലും താഴെയാണ്. താഴെയാണോ വീട്? ഭാഗത്താണ് വീട്. ഇത് ഇപ്പൊ കാണുന്ന ഭാഗം നമ്മളെ വീടിന്റെ ഏരിയയാണ് കേട്ടോ. ഒരു റൂമിന്റെ ഒരു സിഗ്നൽ കിട്ടിയെന്നാണ് പറയുന്നത്. യൂനിസ് ഒരു സിഗ്നൽ കിട്ടിയെന്നാണ് പറയുന്നത്. പക്ഷെ അത് ജീവന്റെ സാന്നിധ്യമാണോ? ഞാൻ അവിടെ വന്നിട്ട് മൊത്തം ചെയ്ത് ഞാനിപ്പോ വീണ്ടും മേപ്പാടി എത്തിയിട്ടുള്ളൂ. അപ്പോഴാണ് ഈ കോള് വന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സിഗ്നൽ കിട്ടി. ആ സിഗ്നൽ ജീവന്റെ സാന്നിധ്യമാണോ സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഞാൻ തിരിച്ചങ്ങോട്ട് തന്നെ വരണം എന്നുണ്ടെങ്കിൽ വരാം. ചോദിച്ചു യൂനിസ് എന്താ ചോദിച്ചു പറയാം. ഇപ്പം മേപ്പാടി ഭാഗത്താണോ ഉള്ളത്? ഇപ്പൊ മേപ്പാടി എത്തി തിരിച്ച്. ഈ കാലിന് ചെറിയൊരു പ്രശ്നം വന്നപ്പോ എനിക്ക് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നതാ. ഇന്ന് രാവിലെ വന്നപ്പോ തെരഞ്ഞപ്പോ കുറച്ച് പരിക്കുകൾ വന്നു. ആണല്ലേ? അങ്ങനെ അപ്പൊ എല്ലാരും പറഞ്ഞു കൊണ്ടുപോയി കാണിക്കെന്ന് പറഞ്ഞപ്പോ അങ്ങനെ അവിടുന്ന് തിരിച്ചു വന്നതാ. യൂനിസ്, ഈ മേഖലയിൽ ഇന്നലെ മറ്റോ മൂന്ന് പേരെ കിട്ടിയിരുന്നോ ആ മേഖലയിൽ നിന്ന്? ഇന്നലെ തൊട്ടപ്പുറത്ത് ഞാൻ തന്നെയാണ് എടുത്തത്. ഏട്ടന്റെ മോന്റെ പിന്നെ പെങ്ങളെ വാപ്പാനി മോനി ഞാൻ തന്നെയാണ് എടുത്തത് അപ്പുറത്തെ വീട്ടിൽ നിന്ന്. ഏട്ടന്റെ വീട് അവിടെ തന്നെ അടുത്ത് തന്നെയാണ്? തൊട്ട് മുകളിലത്തെ വീടാണ്. നേരെ ഓപ്പോസിറ്റ് ആണ് ഏട്ടന്റെ വീട്. വാപ്പയ്ക്ക് എത്ര വയസ്സാണുള്ളത്? മുകളിലുണ്ട്. അവര് ഇറ്റാച്ചി നിൽക്കുന്നതിന്റെ നേരെ അപ്പുറഭാഗത്തിലുള്ള വീട് എന്റെ ഏട്ടന്റെ വീടായിരുന്നു. അതിന്നാണ് ഏട്ടൻ മിസ്സായിട്ടുള്ളത്. തൊട്ട് ഈ ഏട്ടന്റെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചിട്ട് വാപ്പ ഇപ്പൊ നമ്മള് ഈ സിഗ്നൽ കാണിക്കുന്ന അവിടെയാണ് വാപ്പ വന്ന് കടന്നത്. ഇപ്പൊ തിരയുന്ന ഈ സ്ഥലം കൃത്യമായ ഒരു മുറിയുടെ സ്ഥലത്ത് തന്നെയാണ് തിരയുന്നത് അല്ലേ? ഇപ്പൊ തിരയുന്ന ഭാഗം അങ്ങോട്ടല്ല, കുറച്ചും കൂടി ഇങ്ങോട്ട് വരണം. ഈ കുറച്ചും കൂടി പിന്നെ ഒരു പച്ച പെയിന്റ് അടിച്ച ഒരു ഭീതി കാണിക്കുന്നില്ലേ? ഉണ്ട്. ആ ഭാഗമാണ് നമ്മളെ വീട്. അതിന്റെ തൊട്ടപ്പുറത്ത് പറഞ്ഞാൽ കിണറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ. അപ്പോൾ ഇത് അവിടെ അവർ കഴിഞ്ഞ 1 മണിക്കൂറെ പരിശോധിക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഈ സിഗ്നൽ എന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ ജീവനുള്ള ഒരാളാകാം, അല്ലാതെയും ആകാം. അതുകൊണ്ട് വളരെ സാവധാനം പതിയെ മണ്ണുമാറ്റി മാത്രമാണ് പരിശോധന. യൂനിസ് അവിടെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തിരിച്ചങ്ങോട്ട് തന്നെ വരണമെന്നുണ്ടെങ്കിൽ വന്ന് വരാം. ഓക്കെ. ഈ മുണ്ടക്കയിലെ കെട്ടിടത്തിനോട് യൂനിസാണ് നമ്മളോട് തന്നെ സംസാരിച്ചത്. എന്ന് പറഞ്ഞാൽ യൂനിസിന്റെ പിതാവാണ് ഈ വീടിലുണ്ടായിരുന്നത്. വീട് താഴെയാണ്, കടമുറി മുകളിലാണ്. അപ്പോൾ ആ വീട്ടിൽ യൂനിസിന്റെ പിതാവ് ഉണ്ടായിരുന്നതാണ്. യൂനിസിന്റെ ചേട്ടന്റെ വീട് ഇതിനോട് ചേർന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കേൾക്കുന്നതൊക്കെ ദൗർഭാഗ്യകരമാണ്. ചേട്ടന്റെ മകന്റെ ഒക്കെ മൃതദേഹം യൂനിസൻ എടുത്ത കാര്യം പറയുകയാണ് യൂനിസ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യായുസ്സിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത തീയനുഭവങ്ങളാണ് അത് എന്നൊക്കെ ഉറപ്പായും പറയാം. അങ്ങനെ എത്ര അനുഭവങ്ങൾ നമ്മൾ കാണുന്നു. ഇപ്പോൾ ഈ കാണുന്ന പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ അവിടെ തിരയുന്ന ദൃശ്യങ്ങൾ, കൃത്യം അവിടെ തിരയുന്ന ദൃശ്യങ്ങളാണ്. യൂനിസ് ഒരു കാര്യം പറയുന്നുണ്ട്. അത് അവരുടെ തറവാട് വീട് തന്നെയാണ്. ഇടയ്ക്ക് പരിശോധിച്ച സ്ഥലം ഒരു മുറിയുടെ സ്ഥലമാണ്. അതിന് തൊട്ടിപ്പുറത്ത് ഒരു കിണറാണുള്ളത്. അപ്പോൾ ആ കിണറൊക്കെ രക്ഷാദൗത്യ സംഘത്തെ കാണിച്ചു കൊടുത്തിട്ടാണ് യൂനിസ് അവിടെ നിന്ന് പോയത്. യൂനിസ് ഇന്നലെ തെരച്ചിലിനൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. കാലിനെന്തോ മുറിവ് പറ്റിയ കാരണം ആശുപത്രിയിൽ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി തൽക്കാലം മേപ്പാടിലോട്ട് വന്നതാണ്. ഇപ്പോൾ ഈ പരിശോധനയുടെ പശ്ചാത്തലത്തിൽ തിരികെ അങ്ങോട്ടേക്ക് തന്നെ വരുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, അത് ഒരാളാണ് എന്ന കാര്യം ഉറപ്പിക്കാം. കാര്യം യൂനിസ് പറയുന്നു ആ വീട്ടിൽ യൂനിസിൻ്റെ വാപ്പ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ വീട്ടിൽ. ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം വാപ്പ അവിടെ പോയി. വീട് താഴെയാണ്, കടമുറി മുകളിലാണ്. ആ വീട്ടിൽ പോയി കിടക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ വീട്ടിൽ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ വീടിൻ്റെ സ്ഥലത്ത് തന്നെയാണ് പരിശോധന. ആ സിഗ്നൽ കാണുന്നത് ഏതവസ്ഥയിലാണ് യൂനിസിൻ്റെ വാപ്പ അവിടെ ഉള്ളത് എന്ന കാര്യം നമുക്കിപ്പോഴും ഉറപ്പില്ല, നമുക്കിപ്പോഴും അറിയില്ല. മാത്രമല്ല ആ സിഗ്നൽ ജീവനുള്ള ഒന്നിൻ്റെ സിഗ്നലാണ് എന്നൊരു സ്ഥിരീകരണം തൽക്കാലം ഇപ്പോൾ പറയുന്നുമില്ല. നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഒന്നും പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല. പക്ഷേ
പ്രതീക്ഷയുടെ ഒരു നേരിയ നാമ്പ് എന്നുള്ള നിലയ്ക്ക് സിഗ്നൽ കണ്ടെത്തിയ സ്ഥലത്ത് കഴിഞ്ഞ 1 മണിക്കൂറായി ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു വീടിരുന്ന സ്ഥലമാണ്. നമ്മൾ അത് ഈ അടുത്ത കാലത്ത് കണ്ട ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ, പുഞ്ചിരിമട്ടത്തെയും മുണ്ടക്കയിലെയും ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഒരു വീടിരുന്ന സ്ഥലമൊക്കെ ഒരു കാലത്തും ഒരു വീടേ ഉണ്ടായിരുന്നില്ല എന്ന് ഭാവിച്ചു കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണുകയാണ് ഈ ദിവസങ്ങളിലൊക്കെ. പക്ഷേ അവിടെ ഒരു വീടുണ്ടായിരുന്നു. നേരത്തെ യൂനുസ് പറഞ്ഞു ഇടയ്ക്ക് തിരഞ്ഞത് ആ വീടിൻ്റെ ഒരു മുറിയുടെ ഭാഗത്ത് തന്നെയാണെന്ന് കൃത്യമായി തന്നെ യൂനുസ് തിരിച്ചറിഞ്ഞു. യൂനുസിന് അറിയാമല്ലോ യൂനുസിൻ്റെ വീട് എവിടെയാണെന്നും അതിൻ്റെ റൂമുകളൊക്കെ എവിടെയാണെന്ന് യൂനുസിനുള്ള കൃത്യമായി അറിയാം. യൂനുസിന് മാത്രമേ, അല്ലെങ്കിൽ ആ വീടിൻ്റെ ഉടമസ്ഥർക്ക് മാത്രമേ ഇപ്പോൾ തിരിച്ചറിയൂ അവരവരുടെ വീടുകൾ ഇപ്പോൾ നേരത്തെ എവിടെയായിരുന്നുള്ള കാര്യം.